ഒരു പരിചയമില്ലാത്ത ഒരാൾ വരുന്നത് നീന്തൽ പഠിക്കാൻ വരും സാറേ നീന്തൽ പഠിക്കാൻ വന്നതാണോ? അല്ലല്ല ഞാനൊരു വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് വന്നതാ. ഇവനെ അറിയത്തില്ല, മലയാളത്തിൽ പറയാം. ഉത്തമൻ ആരാ? ഉത്തമൻ ഇതാണോ ഉത്തമൻ? ഞാൻ ഞാൻ നിങ്ങളുടെ സ്ഥലക്ക് വീട്ടിൽ ചെന്നപ്പോ എന്നാ സാറേ കേസ് തന്നെ എനിക്ക് പറയട്ട് വീട്ടിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞു നിങ്ങൾ പാടത്തുണ്ടെന്ന്. അപ്പൊ എനിക്ക് അർജന്റായിട്ട് കണ്ടേ പറ്റുള്ളൂ. മീനൊന്നും പിടിക്കാൻ വന്നതല്ല. പിടിച്ചോ? ഇത് പിന്നെ നമ്മുടെ സാർ എന്തെങ്കിലും പറഞ്ഞ ഞാൻ വെരിഫിക്കേഷൻ വന്നതാണ്. നമ്മുടെ ഗൾഫിൽ നിന്ന് വന്ന ഒരു ഷിപ്പ് യാർഡിൽ ഓർഡർ ഉള്ളവനാ. അവൻ ഇവിടെ നീന്തൽ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എന്താ സാറേ അല്ല ഞാൻ വന്നത്, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ഞാൻ പാസ്പോർട്ട് പിന്നെ ഇവൻ പറഞ്ഞായിരുന്നു പാസ്പോർട്ട് എടുത്ത് വെക്കണം ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞായിരുന്നു. നീ 5ാം ക്ലാസ് ജയിച്ചായിരുന്നു. അത് ഞാൻ എഴുതി ജയിച്ചാ. അതിന് പാസ്പോർട്ടിന് കൊടുത്തായിരുന്നു. 10ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ ഒക്കെ ജയിച്ചു, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ വന്നതിനാ പാസ്പോർട്ട് തരാൻ വന്നേ സാറേ. നിങ്ങളുടെ പേര് കേസ് വല്ലതും ഉണ്ടോ? എന്റെ പേര് കേസ് എന്താ? ഇവിടെ എന്റെ പേര് കേസ് ഇല്ല. 6 മാസം എഴുതിയില്ല കുത്തിയെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം. അല്ല എന്റെ ജോലി തെളിക്കുന്ന കാര്യമാണ്. എന്റെ പേര് സാറേ, എന്റെ പൊന്നു സാറേ, എന്റെ പേരില് ഒരു കേസും ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഒരാളെ പോലും ഞാൻ നോക്കത്തില്ല. ഒരു ഉറവിനെ അത് എല്ലാരും എവിടെ ചെന്നാലും എല്ലാരും പറയുന്നത്. കഴിഞ്ഞ ദിവസം KSRTC പോക്കറ്റ് അടിച്ചെന്നും പറയട്ടെ, പുള്ളി പറയാനുള്ള പുള്ളി പറയട്ടെ. അത് പിന്നെ വെരിഫിക്കേഷൻ വന്നതാ, കേസൊന്നും ഇല്ല. പുള്ളി പറയാനുള്ള പിന്നെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോ ആരോണ്ടോ പോക്കറ്റ് അടിച്ചത് ആരോണ്ടോ പിടിച്ചു. അതിന് അയാൾ അത് ഓർത്ത് പറഞ്ഞതാ. ഉള്ള കാര്യം ഞാൻ ഇവിടുന്ന് എഴുതി കൊടുക്കുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. ഉത്തമൻ തോട്ടുംകരയിൽ വീട്, വെട്ടിയാർ PO മാവേലിക്കര. പോലീസുകാർ അവർ എഴുതിക്കൊണ്ട് പോയത് അങ്ങനെ തന്നെയാ. എഴുതിയേക്കുന്നത് സാറേ അല്ല പിന്നെ നിങ്ങൾക്ക് നീന്തൽ പഠിക്കണോ? വെള്ളത്തിൽ ചാടിക്കുമ്പോ ചാടാൻ പറ്റിയ സമയമാണ് സാറേ. നിങ്ങൾ നീന്തൽ പഠിക്കാൻ നിൽക്കുവാണോ? അതെന്തോ ആയിക്കോട്ടെ സാറേ. എനിക്ക് ഇതിന്റെ നിജസ്ഥിതി കൃത്യമായിട്ട് എനിക്കറിയാം. സാറേ നിജസ്ഥിതി കറക്റ്റ്. ഞാൻ പറഞ്ഞത് നിജസ്ഥിതി ഞാൻ ചെയ്തിട്ടില്ല. തോട്ടുംകരയിലെ ഉത്തമൻ ഞാനിവിടെ വന്നേ പിന്നെ അറിഞ്ഞ എന്നോട് പറഞ്ഞു വന്ന് കയറിയോട് പറഞ്ഞു ഇവിടെ ഉത്തമൻ അകത്താന്ന് പറഞ്ഞു. സാറേ അവ പുള്ളി പറയട്ടെന്ന്. നിങ്ങൾ മാറി നിൽക്കണം, അങ്ങനെ പല സമയം കൊടുക്കുന്നു. വെരിഫിക്കേഷൻ നിന്റെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു പറയട്ടെ ബായി. ഒരു സംശയം ചോദിച്ചിട്ട് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം പറയണ്ടേ? അറിയണ്ടേ സാർ? ഒരു നമ്മള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. സാറേ ഞാൻ ഞങ്ങൾക്ക് ആകെപ്പാടെ പെൻഷൻ പറ്റുമ്പോ എന്തെങ്കിലും ഒന്ന് അക്കാദമി അത് കിട്ടണം ഞങ്ങൾക്ക്. നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല നിങ്ങള്. ഉത്തമൻ ഡീസന്റാ സാർ. ഒരു കേസും എന്റെ പേരിലില്ല, ഒരു കേസും ഇല്ല. ഉത്തമൻ ഡീസന്റ് ആയിക്കോട്ടെ, എനിക്ക് പരാതിയില്ല. പക്ഷെ എനിക്ക് സത്യം പതിനെട്ടാം ഉത്സവത്തിന് മാല പൊട്ടിച്ചോണ്ട് ഓടിയില്ല ഉത്തമൻ കഴിഞ്ഞ വർഷം ഉത്സവത്തിന്. അതിന്റെ പകുതിക്ക് അവിടെ നിൽക്കട്ടെ, അദ്ദേഹം പറയട്ടത്. ആ മനുഷ്യൻ എന്റെ പേര് ഒരു കേസും ഇല്ല. എനിക്ക് പാസ്പോർട്ട് ഇനി തരാവോ? എന്റെ പേര് സാർ, ഇവൻ ഞാൻ ഗൾഫിൽ വരുന്ന അസുഖം പറയും. എന്റെ പേര് സത്യമായിട്ട് ഒരു കേസില്ല. എന്റെ ഉത്തമനെ പറ്റി വരുന്ന വഴിക്ക് ഒരു 10-15ഓളം വീടുകൾ ഞാൻ അന്വേഷിച്ചു. ഉത്തമനെ പറ്റി നല്ലൊരു അഭിപ്രായം ഈ വഴിക്ക് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ പാസ്പോർട്ട് തരുന്നതിനെ പറ്റി വ്യക്തമായിട്ടൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു, ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്നാ പിന്നെ എന്താ ഇങ്ങോട്ട് വന്നത്? ഉത്തമോ ഇപ്പഴാ നിന്റെ വെരിഫിക്കേഷൻ ഓക്കെ ആയത്.